துல்கர் சல்மான் ஆஸ்கார் லெவல் ஆக்டிங் நல்லா பண்ணிருக்காரு. புது ஸ்டோரி இது. After the romantic bomb Soya factory in North India and the romantic bomb Yamandan love story in Kerala, the cute romantic star Dulquer Salman അങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു ആറ്റം ബോംബ്. ഹേയ് സിനാമിക, അപ്പൊ അതിന്റെ കഥ എന്താന്ന് വെച്ചാൽ, ഭർത്താവിനെ എങ്ങനെ പിരിയണമെന്ന് അറിയാത്തൊരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോയി തന്റെ ഭർത്താവിനെ വലയിലാക്കി സ്നേഹിക്കണമെന്ന് പറഞ്ഞു. It's not just one triangle love story. അപ്പൊ പാഠം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നായകനും നായികയും കൊച്ചി കഴിക്കുക എന്ന് പറയുന്ന ഒരു കഫയിൽ നിന്ന് കണ്ടുമുട്ടുന്നിടത്താണ്. കൊച്ചി കഴിക്കുകയോ? ഓ, കൊച്ചി നീഡ്സ്. നേരെ ഗൂഗിളിൽ അടിച്ചെടുത്ത് ട്രാൻസ്ലേറ്റ് ആക്കിയതാണ്. പാവം ഞങ്ങളുടെ ദുൽഖറിന് മലയാളം വായിക്കാൻ അറിയാത്തത് നിന്റെ ഒക്കെ ഭാഗ്യം. സോ ഗൈസ്, അങ്ങനെ അവരവിടുന്ന് പരസ്പരം കണ്ട് ഒരു സ്പാർക്ക് ആവുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു വൻ ചുഴലിക്കാറ്റ് വരുന്നത്. ആൻഡ് അത് വന്നതും അവർ രണ്ടുപേരും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ആന പാറി പോകുന്ന ചുഴലിക്കാറ്റിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ ദുൽഖർ സൽമാൻ അവളെ അങ്ങ് പ്രൊപ്പോസ് ചെയ്യുന്നത്. നിങ്ങളെപ്പോൾ ഒരാൾ കിട്ടിയാൽ ഞാൻ ജീവിതകാലം മുഴുവതും അയാൾക്ക് കുക്കിംഗ് ചെയ്ത് കൊടുക്കും. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ആൻഡ് അതിഥി ആ പ്രൊപ്പോസൽ അങ്ങ് അക്സെപ്റ്റ് ആക്കും. അങ്ങനെ ആ സന്തോഷത്തിൽ അവർ രണ്ടുപേരും കൂടി ആ ചുഴലിക്കാറ്റിന്റെ ഒത്ത നടക്കു പോയി മേഘമുട്ടി മിന്നൽമുട്ടി എന്ന് പറഞ്ഞൊരു പാട്ടും വെച്ച് ചാടി കളിക്കുകയാണ്. യെസ് ഗൈസ്, നമ്മുടെ ഫിഷ് റോക്ക് തന്നെ. എങ്ങനെ തോന്നിയുടെ സാമ്പദ്രോഹികളെ നിങ്ങൾക്ക് ആ പാട്ടിനോട് ഈ ചതി ചെയ്യാൻ? മേഘമുട്ടി മിന്നൽ വെട്ടി വാനം പൊട്ടി മെട്ട് കട്ട അവന്റെ മേഘമുട്ടി മിന്നൽമുട്ടി കൊണ്ട കൂടലെ മീത് വിട്ട് വിട്ട് അങ്ങനെ മേഘമുട്ടി മിന്നൽമുട്ടിയുടെ അവസാനം നമ്മുടെ ദുൽഖറും അതിഥിയും കൂടി കല്യാണം കഴിച്ച് ദുൽഖർ ഒരു ഹൗസ് ഹസ്ബൻഡായി ചുമ്മാ വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയും അതിഥിയാണെങ്കിൽ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി ദുൽഖറിന് പോക്കറ്റ് മണിയും കൊടുത്ത് കുടുംബം നോക്കിയും അവരിങ്ങനെ കൊച്ചിയിൽ സുഖമായി ജീവിക്കുകയാവും. ഇനി ഇവരെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അതിഥി ഇതിലൊരു പാലിയോ ടെമ്പസ്റ്റോളജിസ്റ്റ് ആണ്. അതായത് കാറ്റിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരാൾ. ഇനി ദുൽഖറിനെ പറ്റി പറയുകയാണെങ്കിലോ മൂപ്പർ കേരളത്തിൽ വന്ന ഏതൊരു ചായക്കടയില് ചായ അടിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. രാമശ്ശേരി ഇഡ്ലി, കോഴിക്കോട് അൽവ, ചെമ്മൺ ഉളറിയത്, മുട്ടമാല, ഇലഞ്ചി, സിരട്ടപ്പത്തിരി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച് നേരിട്ട് വട, പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ സുഖയും മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. ആൻഡ് ഇങ്ങനെയുടേത് ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. അതെന്താന്ന് വെച്ചാൽ ഇവൻ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നേ അവിടുത്തെ ഭാഷ മാത്രമേ സംസാരിക്കത്തുള്ളൂ. Bro, what are you talking about, man? അതായത് ഇപ്പോൾ കേരളത്തിലാണല്ലോ നിൽക്കുന്നേ, അതുകൊണ്ട് ഇപ്പോൾ മലയാളം മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഒരു നാട്ടിക്ക് വന്നാൽ ലോക്കൽ സംസാരിക്കൂ. അപ്പൊ ഇങ്ങനെ കേരളത്തിൽ മുറി മലയാളം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ എന്താ നിൽക്കുന്നു ഇവർ ഇവരുടെ നാടായി ചെന്നൈയിലേക്ക് താമസം മാറുന്നത്. ആൻഡ് അവിടെ മുതൽ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിയുകയാണ്. യെസ് ഗൈസ്, ചെന്നൈയിൽ എത്തിയതും ഇവരുടെ വൈവാഹിക ജീവിതം ആകെ താളം തെറ്റുകയാണ്. അതെന്താന്ന് വെച്ചാൽ പണ്ട് ഇവർ കേരളത്തിലായിരുന്നല്ലോ. അപ്പൊ ദുൽഖറിന് ആകെ മലയാളം മാത്രമല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് മലയാളം ആണെങ്കിലോ ദുൽഖറിന് അധികം അറിയാനും മേല, അതുകൊണ്ട് കുറച്ചേ സംസാരിക്കത്തുള്ളൂ. കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് ഒരു എക്സലന്റ് കോഫി കൊണ്ടുവരും. സോ ഡിക്ക് ഒരു ഇന്റർവോർട്ട് ആണെന്ന് വിചാരിച്ചിട്ടാണ് അത്രേ അതിഥി അങ്ങനെ കല്യാണം കഴിച്ചത്. അവനക്ക് മലയാളം തെരിയാതെ, സോ കമ്മിയാ പേസുവാൻ. പക്ഷെ ഇവർ കേരളം വിട്ടിങ്ങി ചെന്നൈയിലെത്തിയതും ദുൽഖറിന്റെ മാതൃഭാഷയായ തമിഴ് കിട്ടിയ സന്തോഷത്തിൽ പിന്നെ സംസാരം നിർത്തിയിട്ടേ ഇല്ല. അപ്പൊ സ്റ്റാർട്ട് പണത് ഇന്നും നിർത്തല. സംസാരം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഉറങ്ങാൻ പോലും വിടാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇനി ആ പാവം പിടിച്ച പെണ്ണ് ജോലി സ്ഥലത്ത് പോയിന്ന് സമാധാനത്തിൽ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അവിടേക്ക് ഫോൺ വിളിച്ച് വെറുപ്പിക്കും ഇവൻ. ഇനി ആരെയും സംസാരിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു വെണ്ടക്കയുടെ അടുത്ത് ഇവൻ തമിഴ് കുടച്ചോണ്ടിരിക്കും. ഒരാണും പെണ്ണും ഒരുത്തർ മേൽ ഒരുത്തർ തൊടുക്കിற മുതൽ വൺമുறை അറിവിർക്ക വെണ്ടക്ക. ഇനി സംസാരം കൊണ്ടുള്ള വെറുപ്പിക്കലൊന്നും പോരഞ്ഞിട്ട് നമ്മുടെ ദുൽഖർ ഒരു ചായക്കടക്കാരൻ കൂടിയായിരുന്നല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നുണ്ടാക്കി 24 മണിക്കൂറും അതിഥീനെ ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കും. തീറ്റിക്കാന്നൊക്കെ പറഞ്ഞാൽ മറ്റേ പരിപാടി നടത്തുന്നതിന്റെ ഇടയിൽ വരെ അത് നിർത്തിപ്പോയ ഐസ്ക്രീം ഉണ്ടാക്കി വന്ന് അത് നക്കാൻ കൊടുക്കും. ഇനി ഇജാതി വെറുപ്പിക്കലൊന്നും പോരാഞ്ഞിട്ട് അടുത്തതായി കേരള ക്യൂട്ട് സ്റ്റാർ ദുൽഖറിന്റെ കുറച്ച് ക്യൂട്ട് വെറുപ്പിക്കലാണ്. ഒരു ദിവസം അതിഥിയുടെ ബോസിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാവും. ആൻഡ് ആ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് നമ്മുടെ ദുൽഖർ സൽമാൻ ക്യൂട്ട്നെസ് മുമ്പാൻ വേണ്ടി ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് വരും. ഇനി ഇത് പോരഞ്ഞിട്ട് ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി അവിടുത്തെ മോരിന് പുളി പോരായെന്നും പറഞ്ഞ് ആ പാർട്ടി മൊത്തത്തിൽ അങ്ങ് കൊളമാക്കി കളയും. തൈര് സാധനത്തിൽ ഉപ്പില്ല, സാമ്പാറിലെ പുളിയില്ല,
എവിടുന്നുണ്ടാണ്ട് ഈ പന്നി ചപ്പാത്തി അപ്പളം മാതിരി ഇருக்கு അപ്പളം ചപ്പാത്തി മാതിരി ഇருக்கு തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഉണ്ടെങ്കിൽ കല്യാണം കുറി കാണിക്കാം. അങ്ങനെ ഈ സംഭവം കൂടി ആയതോട് കൂടി അതിഥി ഇവനെ അങ്ങ് ഡിവോഴ്സ് ആക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എടാ നിനക്ക് എന്ത് നല്ല ലൈഫായിരുന്നടാ കിട്ടിയത്. ഒരു പണിക്കും പോണ്ട, സമയാസമയം പോക്കറ്റ് മണി. നിനക്ക് ആകെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഒന്ന് തൊള്ള പൂട്ടിയിരിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഓരോരുത്തർ ഇങ്ങനത്തെ ഒരു ലൈഫിന് വേണ്ടി കൊതിക്കാണ്. അപ്പോഴാണ് നിന്റെ കഴപ്പ്. സോ ഗൈസ്, അങ്ങനെ ഡിക്യൂരെ ഡിവോഴ്സ് ആക്കാൻ വേണ്ടി അതിഥി ഒരു ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോവുകയാണ്. ആ ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണ് ആണുങ്ങളെ എല്ലാം വെറുതെ ജീവിക്കുന്ന സൈക്കോളജിസ്റ്റ് കാജൽ അഗർവാൾ. അങ്ങനെ കാജലും മതിയും കൂടി ഡിക്യൂവിനെയും കൊണ്ട് അതിഥിയെ ഡിവോഴ്സ് ആക്കിപ്പിക്കാൻ വേണ്ടി ഒരു വൻ പ്ലാൻ സെറ്റ് ആക്കുകയാണ്. ആൻഡ് അവരുണ്ടാക്കുന്ന പ്ലാൻ ആണ് ആദ്യം തന്നെ ദുൽഖറിനെ ഒരു ജോലിക്ക് വിടണം. എന്നിട്ട് ജോലിക്ക് പോണ വഴിയില് കാജൽ അഗർവാൾ അവന് സെഡ്യൂസ് ആക്കി എടുക്കുമത്രേ. എന്നിട്ട് ഈ പരസ്ത്രീ ബന്ധം പറഞ്ഞ് കേസും കൊടുത്താൽ അതിഥിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമെന്ന്. അങ്ങനെ അവർ ആ പ്ലാൻ എക്സിക്യൂട്ട് ആക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ദുൽഖറിനെ ഇവരൊരു FM റേഡിയോയിലെ റേഡിയോ ജോക്കി ആക്കി ജോലിക്ക് കയറ്റും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈസ FM 103.2 എവിടെയുണ്ട് അൺലിമിറ്റഡ് ഹാപ്പിനെസ്. ആൻഡ് ആ FM-ൽ റേഡിയോ ജോക്കി ആയി കയറിയതും നമ്മുടെ ദുൽഖർ സൽമാൻ അവിടെ കൊണയടിച്ച് തമിഴ്നാട്ടിൽ തന്നെ നമ്പർ 1 റേഡിയോ ജോക്കി ആവുകയാണ്. കേരള മറ്റെല്ലാരെക്കാളും നമ്മുടെ ഷോയാ. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാജൽ വന്ന് ഡിക്യൂവിനെ പരിചയപ്പെട്ട് മൂപ്പറിനെ വളച്ചെടുക്കാൻ വേണ്ടി ദുൽഖറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നത്. ബട്ട് ഗൈസ്, അവിടെയാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ദുൽഖറിനെ ബ്രേക്കപ്പ് ആക്കാനുള്ള കൊട്ടേഷൻ എടുത്ത കാജൽ ദുൽഖറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി നടന്ന് മൂപ്പരുടെ കൊണ കേട്ട് ദുൽഖറിനോട് ഇവൾക്ക് അടക്കാനാവാത്ത പ്രേമം വരികയാണ്. ഇതേ സമയം അപ്പുറത്ത് അതിഥിയാണെങ്കിലോ പുതിയ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയതും ഡിക്യു എന്നോട് സംസാരിക്കുന്നേ ഇല്ല. ഫുൾ ടൈം അവളോടാണ് സംസാരം എന്നും പറഞ്ഞ് ആകെ പൊസസീവായി എനിക്ക് ഡിക്യുവിനെ തിരിച്ചു വേണമെന്നും പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാവും. എടി നീയല്ലേ കുറച്ചു മുന്നേ അവന്റെ കൊണയടി എനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ആ പാവത്തിന് കാജലിന് കൂട്ടിക്കൊടുത്തത്. ഇപ്പൊ അവന്റെ കൊണ മിസ് ചെയ്യുന്ന. അങ്ങനെ ഡിക്യുവിന്റെ കാജലിനെയും ഈ കളികളൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ അതിഥി കാജലിനോട് പോയി പറയും, ഈ കൊട്ടേഷൻ ഞാൻ പിൻവലിച്ചിരിക്കുന്നു, മതി നിന്റെ സെഡ്യൂസിങ് എന്നൊക്കെ. അപ്പൊ കാജൽ പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, എനിക്കിപ്പോൾ ഇവനോട് ഭയങ്കര ലവ് ആണെന്ന്. അതോടുകൂടി കാജലും അതിഥിയും നമ്മുടെ ദുൽഖർ സൽമാന് വേണ്ടി നടു റോഡിൽ കിടന്ന് വൻ അടിയാവുകയാണ്. സോ ഗൈസ്, ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദുൽഖർ സൽമാനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അതിഥി നടന്ന കാര്യങ്ങളൊക്കെ ദുൽഖറിനോട് പറയുന്നത്. കാജലിന് ഞാൻ കൊട്ടേഷൻ കൊടുത്തതാണ് നിന്നെ വളച്ചെടുക്കാൻ എന്നൊക്കെ. അത് കേട്ടതും ഡിക്യു, എടി നീ അപ്പൊ ഇന്ന് ഇത്രയും കാലം അവൾക്ക് കൂട്ടി കൊടുക്കുകയായിരുന്നില്ല എന്നും പറഞ്ഞ് ആകെ തകർന്നു പോവുകയാണ് നമ്മുടെ ദുൽഖർ. എന്നിട്ട് ദുൽഖർ അവിടുന്ന് നേരെ അവന്റെ FM റേഡിയോന്റെ സ്റ്റുഡിയോയിൽ പോയി മൂപ്പരുടെ ഓഡിയൻസിന് ഒരു പോൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്റെ ഭാര്യ എന്നെ മറ്റൊരുത്തേക്ക് കൂട്ടി കൊടുക്കാൻ വേണ്ടി നോക്കി, അപ്പൊ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യണോ അതോ കൂടെ നിർത്തണോ എന്ന്. ഓപ്ഷൻ A അവളെ മനുഷ്യ ഏத்துக்கணும். ഓപ്ഷൻ B അവളെ ഡിവോഴ്സ് பண்ணணும். പോയി വോട്ട് பண்ணுங்க. ആ പോള് കണ്ടതും മൊത്തം തമിഴ്നാടും വോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്തടാ ഇത്, ആരടാ ഇങ്ങനത്തെ അപരാധങ്ങളൊക്കെ എഴുതി വിടുന്നേ. അങ്ങനെ അവസാനം ആ പോളിന്റെ റിസൾട്ട് വരികയാണ് ഗൈസ്. തമിഴ്നാട്ടിലെ 87% ആൾക്കാരും ഡിക്യുവിനോട് അവളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ സമയങ്ങളെ. ആൻഡ് അതോടുകൂടി നമ്മുടെ ദുൽഖർ സൽമാൻ അതിഥിക്ക് ഒരു ഡിവോഴ്സ് നോട്ടീസ് അങ്ങ് അയക്കുകയാണ്. എന്നിട്ട് ദുൽഖർ അവിടുന്ന് നേരെ കാജലിന്റെ അടുത്ത് പോകും. എന്നിട്ട് അവളോട് പറയും, എനിക്ക് അതിഥി ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ആ 2 പെണ്ണുങ്ങളെയും ഉപേക്ഷിച്ച് ദുൽഖർ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവസാനം 6 മാസങ്ങൾക്ക് ശേഷം ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ആ ഡിവോഴ്സ് കേസിന്റെ ഡിസ്കഷന് വേണ്ടി അതിഥിയെ കാണാൻ ഹംസൻ MBBSന്റെ ഹെയർ സ്റ്റൈലും വെച്ച് ഡിക്ക് വരികയാണ്. തലമുടിക്ക് എന്ത് പറ്റി? പശു നക്കിയതുപോലെ. അങ്ങനെ ഡിക്കും അതിഥിയും അവിടുന്ന് ആകെ ഇമോഷണലായി സംസാരിച്ച് ലാസ്റ്റ് അതിഥി ദുൽഖറിനോട് എനിക്ക് നിന്റെ കൊണയില്ലാതെ പറ്റുന്നില്ലടാ കുട്ട എന്നും പറഞ്ഞ് നമ്മുടെ ദുൽഖർ സൽമാന്റെ കാലിൽ വീഴുകയാണ്. അതോടുകൂടി അവർ 2 പേരും ഒന്നിക്കുകയാണ്. ഇവിടെ തീരുകയാണ് ഈ ത്രികോണ പ്രണയാപരാധം. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോര, അർജുനൻ, ബലറാം, വസുതാരദ, ലൈ ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.